ഹായ്, ഞാൻ ഒരു വീഡിയോ കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണം. അതായത് എൻ്റെ ദേഹത്ത് ദേഹത്ത് ഇച്ചിങ് ഉണ്ടായിട്ട് ഹോൾ ബോഡി ഫുള്ള് റെഡിഷ് ആവുകയും ദേഹമൊക്കെ തടിച്ച് നല്ലവണ്ണം തടിച്ചിട്ട് റെഡിഷ് ആവുകയൊക്കെ ചെയ്യും. എനിക്ക് വർഷങ്ങളായിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ എന്ത് റീസൺ കൊണ്ടാണ് ഇതുണ്ടാകണമെന്നുള്ളത് എനിക്ക് സ്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്, കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ഇഷ്യൂ എനിക്ക് സഡൻലി ഉണ്ടാകും. പിന്നെ ഞാൻ അപ്പം ഇതിൻ്റെ ഒരു മെഡിസിൻ എടുക്കും. മെഡിസിൻ എടുത്തൊരു ഏകദേശം ഒരു 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് എനിക്ക് ഇഷ്യൂ ഉണ്ടാകും. അത് കഴിയുമ്പം വീണ്ടും ഇത് ബാക്ക് ടു നോർമൽ രീതിയിലേക്ക് മാറും. പക്ഷേ നേരത്തേക്ക് ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഒരു 3 months 4 months ഗ്യാപ്പിലായിരുന്നു. എങ്കിൽ പണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1 yearൽ ഒരു 2 ടൈംസോ അല്ലെങ്കിൽ ഒക്കെ വരാറുണ്ടായിരുന്നു. പിന്നീട് അത് മാറിയിട്ടത് ഒരു 2 months 3 months ഇരിക്കുമ്പോൾ വൺസ് എന്ന രീതിയിൽ വരാൻ തുടങ്ങി. ഇപ്പോൾ ഇത് വന്നേക്കണേന്ന് പറഞ്ഞാൽ ഒരു മാസം 3 times 4 times ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനിലായിരിക്കാം, മേ ബി അതൊന്നും അല്ല, ജസ്റ്റ് നമ്മളൊരു എമർജൻസി പർപ്പസിന് വേണ്ടി പോകുന്നതായിരിക്കാം. അപ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. സഡൻലി നമ്മുടെ ദേഹം മൊത്തം ചൊറിഞ്ഞിട്ട് തടിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹോൾ ബോഡി ഒരു ശകലം ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം ചൊറിഞ്ഞാൽ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ദേഹം മൊത്തം ചൊറിയുമ്പോൾ ഉള്ളൊരവസ്ഥ ഭയങ്കരമല്ലേ. വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ?